ഞാൻ മക്കളുടെ സ്കൂൾ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടുന്ന സോയ ചങ്ക്സ് ഫ്രൈ ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ഞാൻ പല ടൈപ്പ് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അവർക്ക് ഏറ്റവും ഇഷ്ടം ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയ സൈസിലുള്ള സോയ ചങ്ക്സ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം കഴുകി വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് അതിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കട്ടെ. അതിൽ കൂടുതൽ വേണ്ട, ഓവറായിട്ട് കുക്കായാലും നമുക്കിത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കേട്ടോ. 5 മിനിറ്റിന് ശേഷം ഇത് വെള്ളം ഊറ്റി മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്തതിന് ശേഷം ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ ഓട്ടോമാറ്റിക്കലി DM ലിങ്ക് വരും. എന്നിട്ട് അത് തണുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയാം. പിന്നെ അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കോൺഫ്ലവർ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഓവറായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കരുത്, അപ്പോൾ അതിൻ്റെ സോഫ്റ്റ്നെസ് പോകും. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ 1 ടീസ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 കറിവേപ്പില ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റിലുള്ള സോയ ചങ്ക്സിൻ്റെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മുളക് പൊടി എടുക്കാം കേട്ടോ. ഇഷ്ടമായാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.